നടിക്കെതിരായ ആക്രമണത്തിൽ പോലീസ് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാന പ്രതിയെ ഇനിയും പിടികൂടാനുണ്ട്. പോലീസ് ഫലപ്രദമായാണ് അന്വേഷിക്കുന്നതെന്നും പൊതുസമൂഹത്തിനും നടിക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും ബോധ്യപ്പെട്ടതാണ്. അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാനാകൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നടിയുടെ നേരെ നടന്ന ആക്രമണം നടത്തിയ ഗൂണ്ടകൾ അവരെ നമുക്ക് പൂർണ്ണമായിട്ട് പിടിയിൽ കിട്ടണം. അത് അവരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കടക്കേണ്ടത്. നടിക്കെതിരായ ആക്രമണത്തിൽ പങ്കില്ലെന്നും ചിലർ തന്നെക്കുറിച്ച് ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കുന്നുവെന്നും ദിലീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പോലീസ് ചോദ്യം ചെയ്തുവെന്ന് പറയുന്ന നടൻ താനല്ല. വാർത്ത നൽകിയവർ നിജസ്ഥിതി വെളിപ്പെടുത്തണം. നിർമ്മാതാക്കളുടെ പുതിയ സംഘടന രൂപീകരിച്ചതിന് ചിലർ ക്രൂശിക്കുന്നുണ്ടെന്നും ദിലീപ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. നടിയെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതി പൾസർ സുനി തമിഴ്നാട്ടിലെന്ന് പോലീസ്. സുനിക്കൊപ്പം കൂട്ടുപ്രതി വിജീഷും തമിഴ്നാട്ടിലുള്ളതായാണ് വിവരം. പോലീസിന് മുന്നിൽ കീഴടങ്ങാമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് സുനിയുമായി തെറ്റിയതെന്ന് മണികണ്ഠൻ മൊഴി നൽകി. സുനിക്കും വിജീഷിനുമായി പോലീസ് തമിഴ്നാട്ടിൽ പരിശോധന ഊർജിതമാക്കി. നടിയെ ആക്രമിച്ചതിന് ശേഷം പൾസർ സുനിക്കും വിജീഷിനുമൊപ്പം ആദ്യവസാനമുണ്ടായിരുന്ന മണികണ്ഠൻ കോയമ്പത്തൂരിൽ വെച്ചാണ് തെറ്റിപ്പിരിഞ്ഞത്. ഇതിന്റെ കാരണമാണ് മണികണ്ഠൻ പോലീസിനോട് പറഞ്ഞത്. കോയമ്പത്തൂരിൽ വെച്ച് പോലീസിന് മുന്നിൽ കീഴടങ്ങാമെന്ന് മണികണ്ഠൻ സുനിയോട് പറഞ്ഞു. എന്നാൽ പോലീസിൽ കീഴടങ്ങുന്നത് അപകടമാണെന്നും കോടതിയിൽ കീഴടങ്ങുന്നതാണ് നല്ലതെന്നും സുനി പറഞ്ഞു. ഇതിന്റെ പേരിൽ തമ്മിൽ തെറ്റുകയായിരുന്നുവെന്നാണ് മണികണ്ഠൻ മൊഴി നൽകിയത്. കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച സുനിയുടെ സഹോദരിയെക്കൊണ്ട് ഫോണിൽ വിളിപ്പിച്ച് പോലീസ് കീഴടങ്ങാൻ നിർദ്ദേശിച്ചു. എന്നാൽ അപകടം മനത്ത സുനി മുങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം അത്താണിയിൽ വെച്ച് നടിയുടെ വാഹനത്തിൽ ട്രാവലർ ഇടിപ്പിച്ചത് സുനിയാണെന്നും മണികണ്ഠൻ മൊഴി നൽകിയിട്ടുണ്ട്. ആദ്യം കാറിൽ കയറിയത് മണികണ്ഠനാണ്. പാലാരിവട്ടത്ത് വെച്ച് കാറിൽ കയറിയ സുനി നടിയെ ആക്രമിച്ചുവെന്നും മണികണ്ഠൻ മൊഴി നൽകി. കാറിൽ നിന്നിറങ്ങുമ്പോൾ നാളെ കാണണമെന്നും സുനി നടിയോട് പറഞ്ഞിരുന്നു. ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രമുഖ നടനെ ചോദ്യം ചെയ്തുവെന്ന വാർത്ത പോലീസ് നിഷേധിച്ചു. എന്നാൽ നടി അഭിനയിച്ചുകൊണ്ടിരുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ ചിലരിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം മ്യൂസിയത്തിൽ യുവതിയുവാക്കൾ തോളിൽ കയറ്റിയിരുന്നതിനെ പിങ്ക് പോലീസ് ചോദ്യം ചെയ്ത സംഭവത്തിൽ അന്വേഷണത്തിന് ഡിജിപി ഉത്തരവിട്ടു. തിരുവനന്തപുരം റേഞ്ച് ഐജി മനോജ് എബ്രാഹിമാനാണ് അന്വേഷണ ചുമതല. സംഭവത്തിൽ ഖേദമുണ്ടെന്നും ഡിജിപി പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഡിജിപി ലോക്നാഥ് ബെഹ്റ ഇക്കാര്യം വ്യക്തമാക്കിയത്. മലയാള സിനിമാ മേഖലയിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്ന് ഫിലിം ചേംബർ. സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളെയും ഗുണ്ടകളെയും അമർച്ച ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ഫിലിം ചേംബർ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചലച്ചിത്ര താരത്തിനെതിരെയുണ്ടായ അക്രമ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള ഫിലിം ചേംബർ പ്രമേയം പാസാക്കിയത്. നടിക്കെതിരെയുണ്ടായ അക്രമത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയ പ്രമേയം സിനിമാ മേഖലയിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്നും ഇതിനുള്ള നടപടികൾ ഉടൻ വേണമെന്നും ആവശ്യപ്പെടുന്നു. സിനിമാ മേഖലയിൽ അഴിഞ്ഞാടുന്ന ഗുണ്ടകളെയും കൊട്ടേഷൻ മാഫിയകളെയും അമർച്ച ചെയ്യണം. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരും സിനിമാ സംഘടനകളും നടപടിയെടുക്കണമെന്ന ആവശ്യവും പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നു. നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. സുനി മാത്രമല്ല, ഇത്തരത്തിൽ പലരും കൊട്ടേഷൻ സംഘാംഗങ്ങളാണ്. ഇത്തരക്കാരെ സിനിമാ സംഘടനകളിലേക്ക് അടുപ്പിക്കരുത്. അണിയറ പ്രവർത്തകരുടെ പശ്ചാത്തലം പരിശോധിച്ച് ആവശ്യമെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ കൂടി ലഭിച്ച ശേഷമേ അംഗത്വം നൽകാവൂ. നടിയെ ആക്രമിച്ച മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടണമെന്നും മാതൃകാപരമായ ശിക്ഷ നൽകിക്കൊണ്ട് സർക്കാർ സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തെ വരൾച്ചാബാധിത സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി സംഘം ദില്ലിക്ക്. സംസ്ഥാന ചരിത്രത്തിലെ രൂക്ഷമായ വരൾച്ചയാണ് ഇപ്പോൾ നേരിടുന്നത്. സംസ്ഥാനത്തിനുള്ള വെട്ടിക്കുറച്ച ഭക്ഷ്യവിഹിതം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് നിവേദനം നൽകാനും മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനം നേരിടുന്ന അതികഠിനമായ വരൾച്ച, റേഷൻ പ്രതിസന്ധി എന്നീ വിഷയങ്ങളാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ചർച്ച ചെയ്തത്. കേരളത്തെ വരൾച്ചാബാധിതമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി സംഘം കേന്ദ്രത്തെ സമീപിക്കാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ചരിത്രത്തിലെ രൂക്ഷമായ വരൾച്ചയാണ് ഇപ്പോൾ നേരിടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ചയാണ് നമ്മൾ ഈ വർഷം നേരിടുന്നത്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 991.54 കോടി രൂപ അധിക സഹായം അനുവദിക്കണം എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതിനുള്ള മെമ്മോറാണ്ടം കേന്ദ്ര ഗവൺമെന്റ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജനങ്ങളും നല്ല രീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കുടിവെള്ളത്തിന്റെ ദുരുപയോഗം പാടില്ലെന്നും ജലവിനിയോഗം ക്രമീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
കിണറുകളെയും കുളങ്ങളെയും സംസ്ഥാനത്ത് പുനരുജ്ജീവിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. റേഷൻ പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നിലവിലെ സ്ഥിതിഗതികൾ ചൂണ്ടിക്കാട്ടി പുതിയ നിവേദനം നൽകും. വെട്ടിക്കുറച്ച ഭക്ഷ്യവിഹിതം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ നേരത്തെയുള്ള ഭക്ഷ്യവിഹിതം അനുവദിച്ച് നൽകണം എന്ന ആവശ്യം സർവകക്ഷി സംഘം കേന്ദ്രത്തിൽ പോയി നിവേദന രൂപത്തിൽ നൽകണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 2 ലക്ഷം മെട്രിക് ടണ്ണിന്റെ കുറവാണ് സംസ്ഥാനം ഭക്ഷ്യവിഹിതത്തിൽ നേരിടുന്നത്. മുൻഗണനാ പട്ടിക സംബന്ധിച്ചുള്ള പരാതികൾ പരമാവധി പരിശോധിച്ച് തീർപ്പാക്കും. അന്തിമ പട്ടിക പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിജിലൻസ് രാജ് എന്ന ഹൈക്കോടതി പരാമർശത്തെ ഗൌരവമായാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യക്തതയ്ക്ക് വേണ്ടി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ കാണും. സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റത്തിന് പുതിയ മാനദണ്ഡം തീരുമാനിച്ചു. ഒരു കുറ്റവാളിയെയും വിട്ടയക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വിജിലൻസ് രാജ് എന്ന ഹൈക്കോടതിയുടെ പരാമർശത്തെ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നത്. അതേ ഗൌരവത്തോടെ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോടതിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് 2 ഭാഗങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ 2 ഭാഗമുണ്ട്. 2 ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് വിജിലൻസ് കോടതിയുണ്ട്, ഒരു ഭാഗത്ത് വിജിലൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ക്രമീകരിക്കണം, അത് ഗവൺമെൻറ് മാത്രം വിചാരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നാണ് കാണുന്നത്. ഇക്കാര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കണം. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കേണ്ടത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ്, അദ്ദേഹത്തെ ബന്ധപ്പെടാൻ പോവുകയാണ്. സംസ്ഥാനത്തെ ജയിലുകളിൽ നിന്നും കുറ്റവാളികളെ വിട്ടയക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ശിക്ഷാ കാലയളവ് കഴിയാറായവർക്ക് ശിക്ഷാ ഇളവിനാണ് സർക്കാർ ഗവർണർക്ക് ശുപാർശ നൽകിയത്. എന്നാൽ സർക്കാരും ഗവർണറും തമ്മിൽ നടത്തുന്ന കത്തിടപാടുകൾ മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സാധാരണ നിലക്ക് വിട്ടയക്കാൻ പാടില്ലാത്ത ചില കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ള ആരുടെയും കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇളവും കൊടുക്കാൻ പാടില്ല. സാധാരണ നിലക്ക് ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള എഴുത്തുകുത്തായിട്ട് അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. അത് സാധാരണ മാധ്യമങ്ങളിലൂടെ പറയേണ്ട കാര്യമായിട്ടല്ല കാണുക. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റങ്ങൾക്ക് സർക്കാർ പുതിയ മാനദണ്ഡം തീരുമാനിച്ചു. സംഘടനാ പ്രതിനിധികളുമായി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KAS-ൽ സമരം തുടരുകയാണെങ്കിൽ നടപടിയുണ്ടാകും. സർക്കാരിനെതിരെ CPIക്ക് പരസ്യമായി അഭിപ്രായം പറയാം, അവരും കൂടി ഉൾപ്പെടുന്നതാണ് സർക്കാരെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വൻ അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് വിജിലൻസിലെത്തുന്ന പരാതികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് വിജിലൻസ് ആസ്ഥാനത്ത് നോട്ടീസ്. ഇന്ന് ഉച്ചയോടെയാണ് പോസ്റ്റർ പതിച്ചത്. സംസ്ഥാനത്ത് വിജിലൻസ് രാജ് എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതിനു പിന്നാലെയാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത്തരമൊരു നോട്ടീസ് പതിച്ചതെന്ന് വിജിലൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. സംഭവം വിവാദമായതിനെ തുടർന്ന് മാധ്യമങ്ങൾ വിജിലൻസ് ആസ്ഥാനത്തെത്തിയതോടെ നോട്ടീസ് നീക്കം ചെയ്തു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഇളവ് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പരിസ്ഥിതി ലോല പ്രദേശം എന്നതിനെ പരിധി 9107 ഹെക്ടറായി നിജപ്പെടുത്താനും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. തൃശൂർ പൂരം എല്ലാ ആചാരങ്ങളോടെയും നടത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പൂരം നടത്തിപ്പിൽ ആവശ്യമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കുമെന്ന് കേന്ദ്രത്തെ അറിയിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ അന്തിമ വിജ്ഞാപനം വരാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ടിൽ കേരളത്തിന് ഇളവ് നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. പരിസ്ഥിതി ലോല പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും കേരളം ഇളവ് ആവശ്യപ്പെടും. കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ വിസ്തീർണം 9107 ചതുരശ്ര കിലോമീറ്ററായി നിജപ്പെടുത്തുന്ന കാര്യവും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. പൊതുമരാമത്ത് വകുപ്പിലെ ഡിസൈൻ വിഭാഗവും ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ വിഭാഗവും ശക്തിപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളത്തും കോഴിക്കോടും ആരംഭിക്കുന്ന 2 പുതിയ മേഖലാ ഡിസൈൻ ഓഫീസുകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ 18 സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കേരളം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർക്ക് ധനകാര്യ വകുപ്പിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി ശമ്പള പരിഷ്കരണം അനുവദിക്കാൻ തീരുമാനിച്ചു. ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഫയൽ ചെയ്ത കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി SB പ്രേമചന്ദ്ര പ്രഭുവിനെ നിയമിച്ചു. കേരള ബ്ലഡ് ബാങ്ക് സൊസൈറ്റിക്ക് ഭരണാനുമതി നൽകിയ മന്ത്രിസഭായോഗം 13ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് കണ്ണൂരിൽ അന്തർദേശീയ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്തുള്ള ഡ്രെയിനേജുകൾ, ഫീഡർ റോഡുകൾ, ലൈറ്റിങ്ങിനുള്ള സ്ഥലമെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾക്ക് ഭരണാനുമതി നൽകി. ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭായോഗം ചേരാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കോഴിക്കോട് മിഠായി തെരുവിൽ വൻ തീപിടുത്തം. മോഡേൺ ടെക്സ്റ്റൈൽസിൽ ഉൾപ്പെടുന്ന 3 നില കെട്ടിടമാണ് കത്തിയത്. 3 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് തീയണച്ചത്. മണിയോടെയാണ് മിഠായി തെരുവിലെ മോഡേൺ ടെക്സ്റ്റൈൽ എന്ന കടയിൽ നിന്നും തീ ആളിപ്പടർന്നത്. തീപിടുത്തത്തിൽ മോഡേൺ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടുന്ന 3 നില കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. കടയുടെ ഗോഡൌൺ ഉൾപ്പെടുന്നതാണ് ഈ കെട്ടിടം. 5ലധികം ഗ്യാസ് സിലിണ്ടറുകൾ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് വലിയ ആശങ്ക പരത്തിയെങ്കിലും ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് അത് മാറ്റാൻ കഴിഞ്ഞത്. 15 ഫയർഫോഴ്സ് യൂണിറ്റും ദ്രുതകർമ്മസേനയും നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് തീയണയ്ക്കാൻ സാധിച്ചത്. എയർപോർട്ട് ഫയർ എമർജൻസി യൂണിറ്റും സ്ഥലത്ത് എത്തിയിരുന്നു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആവാമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ കടകളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വെച്ച ഗ്യാസ് സിലിണ്ടർ ലീക്കായതാണോ അപകട കാരണമെന്നും അന്വേഷിക്കുന്നുണ്ട്. കാരണം ക്ലിയർ അല്ല, പക്ഷേ ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ ഷോർട്ട് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിനകത്ത് ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു വിശദമായിട്ട് അന്വേഷിക്കണം. അനധികൃതമായ ഗ്യാസുകൾ അതുപോലെ ഉണ്ടെങ്കിൽ അത് വീണ്ടും എല്ലാം ഇൻസ്പെക്ട് ചെയ്ത് നടപടിയെടുക്കണം. 3 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് തീയണയ്ക്കാൻ സാധിച്ചത്. നാശനഷ്ടം ഇതുവരെയും വിലയിരുത്തിയിട്ടില്ല. മിഠായി തെരുവിൽ ഇടയ്ക്കിടെയുണ്ടാവുന്ന തീപിടുത്തം വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. 25 ശനിയാഴ്ച മേയർ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗവും കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. മിഠായി തെരുവിന്റെ പഴമ നഷ്ടപ്പെടാതെ ഏത് തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും എന്നതാകും ചർച്ചയിലെ പ്രധാന വിഷയം. 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കോഴിക്കോട്ടെ വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിൽ പടർന്ന തീ അണയ്ക്കാൻ സാധിച്ചത്. കെട്ടിടത്തിനകത്ത് ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ എടുത്തുമാറ്റാൻ സാധിച്ചതും വലിയ ദുരന്തം ഒഴിവാക്കാൻ ഇടയായി. മേഘമാധവൻ, കോഴിക്കോട്. പാമ്പാടി നെഹ്റു കോളേജ് PRO സഞ്ജിത് വിശ്വനാഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റി. തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അപേക്ഷ മാറ്റിയത്. ശനിയാഴ്ച ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഇതേ കേസിൽ നെഹ്റു കോളേജ് ചെയർമാൻ P കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ജിഷ്ണു പ്രണോയ് മരിച്ച കേസിൽ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ CP ഉദയഭാനുവിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചതായി മുഖ്യമന്ത്രി. കേസ് അന്വേഷണത്തിലും നടത്തിപ്പിലും സർക്കാർ കൃത്യമായ ജാഗ്രത പുലർത്തുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കി. സ്വാശ്രയ മാനേജ്മെന്റ് കോളേജുകളിലെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സ്വാശ്രയ മാനേജ്മെന്റ് കോളേജുകളിലെ അധ്യാപക രക്ഷകർതൃ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, അധ്യാപക അനധ്യാപക സംഘടനകളിലെ പ്രതിനിധികൾ, മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരായും സമിതി ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 14ാം കേരള നിയമസഭയുടെ 4ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും. കേന്ദ്രം തിരിച്ചയച്ച പ്ലാച്ചിമട ട്രിബ്യൂണൽ ബിൽ വീണ്ടും അവതരിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ മാർച്ച് 3-ന് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും. കറൻസി നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ബജറ്റ്. നയപ്രഖ്യാപനത്തിനും ബജറ്റ് അവതരണത്തിനും ഓരോ ദിവസവും ബന്ധപ്പെട്ട ചർച്ചകൾക്കായി 3 ദിവസം വീതവും നീക്കിവച്ചിട്ടുണ്ട്. മെയ് മാസത്തോടെ ബജറ്റുമായി ബന്ധപ്പെട്ട വകുപ്പുതല ചർച്ചകൾ ഉൾപ്പെടെ പൂർത്തിയാക്കുന്നതിനും ധാരണയായിട്ടുണ്ട്. കേന്ദ്രം തിരിച്ചയച്ച പ്ലാച്ചിമട നഷ്ടപരിഹാര ബിൽ വീണ്ടും അവതരിപ്പിക്കാൻ ശ്രമം നടത്തുമെന്ന് സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. പ്ലാച്ചിമട ട്രിബ്യൂണൽ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള നിയമസഭ കേരളത്തിൻ്റെ മൊത്തം പൊതുവികാരം ഉൾക്കൊണ്ടുകൊണ്ട് പാസാക്കിയ ബില്ലാണ്. ആ ബില്ല് തിരിച്ചയക്കാണ് ഇത്. തിരിച്ചയച്ച സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ആ ന്യൂനതകൾ കൂടി പരിഹരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിന് രണ്ടാമത് ബില്ല് അവതരിപ്പിക്കാവുന്നതാണ്. അത് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായിട്ട് ചർച്ച നടത്തും. കൊച്ചിയിൽ ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ട സംഭവം, വരൾച്ച, റേഷൻ പ്രതിസന്ധി ഉൾപ്പെടെ ഒട്ടേറെ വിഷയങ്ങൾ 15 ദിവസത്തെ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കും. നോട്ട് പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള നടപടികളാണ് വരാൻ പോകുന്ന ബജറ്റിലെ ആകാംക്ഷ. ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ടത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും സഭാ സമ്മേളനത്തിൽ ചർച്ചയാകും. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം MR സജീഷ്, തിരുവനന്തപുരം.
സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFിന് മികച്ച നേട്ടം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 11 വാർഡുകളിൽ 7ഇടത്ത് LDF വിജയിച്ചു. 3ഇടത്ത് UDFും ഒരിടത്ത് കേരള കോൺഗ്രസ് എമ്മും വിജയിച്ചു. UDFിന്റെ സിറ്റിംഗ് സീറ്റായ കോട്ടയം മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് മൂന്നിലവ് വാർഡിലാണ് കേരള കോൺഗ്രസ് വിജയിച്ചത്. UP 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. റായ്ബറേലി ഉൾപ്പെടെ 12 ജില്ലകളിലെ 53 മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ് നടക്കുക. 680 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. നരേന്ദ്രമോദി, അമിത്ഷാ, രാഹുൽ ഗാന്ധി എന്നിവരുടെ റോഡ് ഷോയോടുകൂടിയാണ് ഇന്നലെ പരസ്യ പ്രചാരണം അവസാനിച്ചത്. കോൺഗ്രസ് അധ്യക്ഷയുടെ ലോക്സഭാ മണ്ഡലമായ റായ്ബറേലി ഉൾപ്പെടെ 53 മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച 4ാം ഘട്ട തെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ കഴിഞ്ഞ തവണ 15 സീറ്റുകൾ നേടിയ BSP ഇത്തവണ മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2012-ൽ സമാജ്വാദി പാർട്ടി 24 സീറ്റുകൾ നേടിയപ്പോൾ BJP 5 സീറ്റുകളിൽ ഒതുങ്ങി. കഴിഞ്ഞ തവണ 6 സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസുമായുള്ള ഇത്തവണത്തെ സഖ്യം 4ാം ഘട്ട മേഖലയിൽ മുൻതൂക്കം നിലനിർത്തുമെന്നാണ് സമാജ്വാദി പാർട്ടിയുടെ അവകാശവാദം. അധികാരത്തിലെത്തിയാൽ കാർഷിക വായ്പകൾ പൂർണ്ണമായി എഴുതിത്തള്ളുമെന്ന പ്രകടന പത്രിക വാഗ്ദാനം ആവർത്തിച്ചായിരുന്നു നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രചാരണം. എന്നാൽ നരേന്ദ്രമോദി ദളിത് വിരുദ്ധനെന്ന് ആരോപിച്ചായിരുന്നു മായാവതിയുടെ പ്രതികരണം. 680 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഇവരിൽ 189 സ്ഥാനാർത്ഥികളും കോടീശ്വരന്മാരും ക്രിമിനൽ കേസുകൾ നേരിടുന്നവരും. തോക്കിൻ മുനയിൽ വോട്ടുറപ്പിച്ച രഘുരാജ് പ്രതാപ് സിംഗ് എന്ന പ്രാദേശിക ഡോൺ രാജാബയ്യ ഉൾപ്പെടെയുള്ളവരും സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ സ്വതന്ത്രമായി ജനവിധി തേടുന്നു. മനുശങ്കർ, ദില്ലി.